വെൽക്കം ടു എക്സലന്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, തേർഡ് സെമസ്റ്റർ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ റിവിഷൻ പാർട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 മാർക്സിൻ്റെയും 8 ബാങ്കിൻ്റെയും തിയറി പാർട്ടുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇങ്ങനെ ഒരു ഡിഫറൻസ് ചോദിക്കുകയാണ്. നമ്മൾ എഴുതേണ്ട 2 കോളമായി വരച്ചിടുക. എന്നിട്ട് ആ 2 കോളത്തിൽ ഓരോ ഐറ്റങ്ങളുടെ മെയിൻ ഹെഡിങ് എഴുതുക. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 1, സെക്കൻഡ് റവന്യൂ ഫസ്റ്റ് കോളത്തെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് എഴുതി, സെക്കൻഡ് കോളത്തെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് നമ്മൾ എൻ്റർ ചെയ്തു. ഇനി ഫസ്റ്റ് പോയിന്റ് നോക്കുക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കോളത്തിൽ മണി സ്പെൻഡ് ടു അക്വയർ ഓർ ഇംപ്രൂവ് എ ലോങ് ടേം അസറ്റ്സ്, ബ്രാക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ലൈക്ക് ബിൽഡിങ്സ്, മെഷീൻസ്, ലാൻഡ്. അപ്പം നോക്കുക, ലോങ് ടൈം അസറ്റ് ഒന്ന് അക്വയർ എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കുകയോ ഇംപ്രൂവ് ചെയ്യുകയോ ചെയ്യുന്നതിനായിട്ട് വരുന്ന കോസ്റ്റിനെയാണിത് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അതിന് എക്സാമ്പിളായി ബിൽഡിങ്സ്, മെഷീൻസ്, ലാൻഡ്, ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ കോളത്തിൽ നോക്കാം. മണി സ്പെൻഡ് ഓൺ ഡെയിലി റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്, ബ്രാക്കറ്റിൽ ലൈക്ക് സാലറീസ്, റെൻറ്റ്, റിപ്പയേഴ്സ് അല്ലേ. അപ്പം നോക്കുക, എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം വരുന്നതാണ് അല്ലേ. സ്ഥാപനത്തിൻ്റെ ഡെയിലി ഉള്ള പ്രവർത്തനങ്ങൾക്ക്, ഓപ്പറേഷൻസിലേക്ക് ആവശ്യമായ കോസ്റ്റിനെയാണെന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. നമ്മൾ വരുമാനം നേടണമെങ്കിൽ നമുക്ക് അതിനുള്ള ചിലവ് വരും, അതിനെയാണെന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എക്സാമ്പിളായി സാലറീസ്, റെൻറ്റ്, റിപ്പയേഴ്സ്, ഇതൊക്കെ എന്താണ് നമുക്ക് എക്സ്പെൻസായി വരുന്നതാണ്. സെക്കൻഡ് പോയിന്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കോളത്തിൽ നോക്കുക. സെക്കൻഡ്, ഇറ്റ് ഗീവ്സ് ബെനിഫിറ്റ് ഫോർ എ ലോങ് പീരീഡ്, ബ്രാക്കറ്റ് മോർ ദാൻ 1 ഇയർ. അപ്പം നോക്കുക, എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? ലോങ് പീരീഡിലേക്കുള്ള ബെനിഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ 1 വർഷത്തെ കൂടുതലുള്ള പീരീഡാണെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് നമ്മൾ അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം വാടകയ്ക്ക് ഉപയോഗിച്ച ശേഷം വീണ്ടും എന്താണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് നോക്കാം. ലോങ് പീരീഡിലേക്കാണ് എൻ്റെ ബെനിഫിറ്റിലേക്ക് ഒരു 1 ഇയറിലേക്ക് ഫുള്ളായി, ഒരു 1 ഇയറിനൊക്കെ കൂടുതൽ എന്ന് പറഞ്ഞാൽ 2, 3 എത്ര വർഷം വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് പീരീഡിലേക്ക് കാര്യങ്ങൾ ചെയ്താൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ലോങ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 1 കൂടുതൽ വർഷങ്ങളിലേക്ക് അവിടെ ബെനിഫിറ്റ് നമുക്ക് ഗീവ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ പ്രത്യേകത നോക്കുക. ഇറ്റ് ഗീവ്സ് ബെനിഫിറ്റ് ഓൺലി ഫോർ എ ഷോർട്ട് പീരീഡ്, ബ്രാക്കറ്റ് വിത്തിൻ ദി കറണ്ട് ഇയർ. 1 ഇയറിൽ മാത്രം കിട്ടുന്ന ബെനിഫിറ്റാണ്, ഷോർട്ട് പീരീഡാണ്. അതിനാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. നെക്സ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിക്കോർഡഡ് ആസ് ആൻ അസറ്റ്സ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് ആണ് റെക്കോർഡ് ചെയ്യുക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് അസറ്റായിട്ടാണ് റെക്കോർഡ് ചെയ്യുക. ക്യാപിറ്റലിൻ്റെ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ നോക്കാം. റിക്കോർഡഡ് ആസ് ആൻ എക്സ്പെൻസസ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കോസ്റ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നതാണെന്ന് പറയുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. ലാസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കാം. എക്സാമ്പിളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, പർച്ചേസ് ഓഫ് മെഷീനറി, കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ബിൽഡിങ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിളായി നമുക്ക് പറയാൻ സാധിക്കുന്നത് മെഷീനറി പർച്ചേസ് ചെയ്യുക, അതുപോലെ ന്യൂ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക, നിർമ്മാണം നടത്തുക അല്ലേ. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. പേയ്മെൻറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ബില്ല്, വേജസ്, റിപ്പയേഴ്സ്, കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, അതേപോലെ തന്നെ എന്താണ് റെൻറ്റ്, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല്, പിന്നെ ചെറിയ രീതിയിലുള്ള റിപ്പയറിങ് വരുന്ന കോസ്റ്റ്, ഇതൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിളായിട്ട് എഴുതുന്നത്. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് റവന്യൂ എക്സ്പെൻഡിച്ചർ. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ SC ആയാലും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ എൻ്റർ ചെയ്യേണ്ട ഈ പോർഷനാണ്.
നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. വളരെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും അതുപോലെ ഹയർ പർച്ചേസും ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. അതിന് ഡിഫറൻസ് ചോദിക്കുമ്പോൾ 2 കോളംസ് നമ്മൾ വരച്ചിടുന്നു. ഫസ്റ്റ് കോളം ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് എഴുതി, സെക്കൻഡ് കോളം നമ്മൾ എന്ത് എഴുതുന്നു, ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം എന്ന് നമ്മൾ എഴുതുന്നു. അതിനുശേഷം നമ്മൾ ഡിഫറൻസ് പോയിന്റുകൾ നമ്മൾ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കുക. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ബയർ ഓൺലി ആഫ്റ്റർ ഫുൾ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്. ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ഫുൾ എമൗണ്ട് അടച്ചതിന് ശേഷം മാത്രമാണ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയിലേക്ക് മാറുകയുള്ളൂ. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ നോക്കാം. ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ബയർ ഇമ്മീഡിയറ്റ്ലി അറ്റ് ദി ടൈം ഓഫ് എഗ്രിമെൻറ്റ്. ഓണർഷിപ്പ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ്, ഓണർഷിപ്പ് അവകാശം പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി സെക്കൻഡ് പോയിന്റ് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നോക്കാം. ഇഫ് ദി ബയർ ഫെയിൽസ് ടു പേ ദ സെല്ലർ ക്യാൻ റീപൊസസ് ടേക്ക് ബാക്ക് ദി ഗുഡ്സ്. അല്ലേ, എന്താണ് നമുക്ക് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നോക്കാം. ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാൻ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സെല്ലർക്ക് ആ ഗുഡ്സ് എന്ത് ചെയ്യാം, തിരിച്ചെടുക്കാനുള്ള, ടേക്ക് ബാക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ നോക്കുക. If the buyer fails to pay, the seller cannot take back the goods but can sue for the balance amount. അപ്പം ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് നോക്കാം, എന്താണെന്ന് നോക്കാം. ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാൻ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പണം അടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ സെല്ലർക്ക് ഗുഡ്സ് തിരിച്ചു വാങ്ങാനുള്ള യാതൊരു അധികാരവും ഇല്ല. പകരം എന്താണ്, എത്രയാണ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള തുകയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കേസ് കൊടുക്കാനുള്ള കേസ് കൊടുക്കേണ്ട അധികാരം മാത്രമേ ഉള്ളൂ. അതായത് ഗുഡ്സ് ടേക്ക് ബാക്ക് ചെയ്യാനുള്ള ഒരു അധികാരവും എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ ഇല്ല. നെക്സ്റ്റ് പോയിന്റ് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നോക്കുക. ഇറ്റ് ഈസ് ലൈക്ക് ഹയറിംഗ് ഫസ്റ്റ് ആൻഡ് ഓയിങ് ലേറ്റർ. ഇൻസ്റ്റാൾമെൻറ്റ് നോക്കി, ഇറ്റ് ഈസ് ലൈക്ക് ബൈയിങ് നൗ ആൻഡ് പേയിങ് ലേറ്റർ. നോക്കാം ഹയർ പർച്ചേസ് സിസ്റ്റത്തിലെ വ്യവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ റെൻറ്റ് ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫുൾ എമൗണ്ട് അടയ്ക്കുന്നവരെ എന്താണ് നമ്മൾ റെൻറ്റിന് നമ്മൾ ഗുഡ്സ് വാങ്ങി ഉപയോഗിക്കുന്ന രീതിയിലാണ് കൺസെപ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ലൈക്ക് ഹിയറിംഗ് ഫസ്റ്റ്, അല്ലേ, അത് ആൻഡ് ഓയിങ് ലേറ്റ്, അതിനുശേഷം മാത്രമാണിത് നമുക്ക് ഓണർ ആകുന്നുള്ളൂ. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് കേസിൽ എന്താണ് വരുന്നത്, നമ്മൾ പർച്ചേസ് ചെയ്ത് നമുക്ക് ഓണർഷിപ്പ് അവകാശം കിട്ടുന്നുണ്ട്. പിന്നെ ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് തുക അടച്ചു തീർക്കുക എന്നാണ്, പേ ചെയ്ത് തീർക്കുക എന്നതാണ് ഇത് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയുള്ളൂ. നെക്സ്റ്റ് നോക്കുക. ഹയർ പർച്ചേസ് റിസ്ക് റിമെയിൻസ് വിത്ത് ദി സെല്ലർ അണ്ടിൽ ഫുൾ പേയ്മെൻറ്റ്. ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം നോക്കിയാൽ റിസ്ക് ട്രാൻസ്ഫർ ടു ദി ബയർ ഇമ്മീഡിയറ്റ്ലി. അപ്പം ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഫുൾ എമൗണ്ട് വരെ കൊടുത്തു തീർക്കുന്ന റിസ്ക് ആർക്കുള്ളതാണ്, സെല്ലർക്കുള്ളതാണ്. എന്നാൽ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിലോ ഫുൾ എപ്പോഴാണ് ഗുഡ്സ് പർച്ചേസ് ആ ടൈം മുതൽ, സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ എന്താണ് ആ ഗുഡ്സിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം റിസ്ക് മാർക്കാണ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്കാണുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. ഹയർ പർച്ചേസ് എക്സാമ്പിളാണ് പറയുന്നത്. ബൈയിങ് എ ബൈക്ക് ഓൺ ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്ക് ഹയർ പർച്ചേസിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഒരു എക്സാമ്പിളായി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിലോ എക്സാമ്പിൾ നോക്കിക്കേ, ബൈയിങ് ഫർണിച്ചർ ഓൺ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ നമ്മൾ എന്താണ് വാങ്ങുന്നത്, ഫർണിച്ചറാണ് വാങ്ങുന്നതാണ് ഇതിൻ്റെ എക്സാമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ് ഹയർ പർച്ചേസ് പ്രൈസ്. ചില വർഷങ്ങളൊക്കെ 1 മാർക്കിന് ചോദിക്കുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് നോക്കാം. ഒരു ഇക്വേഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഹയർ പർച്ചേസ് പ്രൈസ് ഈക്വൽ ഡൗൺ പേയ്മെൻറ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ് ടോട്ടല്. ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ഗുഡ്സ് പർച്ചേസ് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ്, ആ ഡൗൺ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയുണ്ട് ആ ടോട്ടൽ എമൗണ്ട് കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയാം. ഇനി ഒരു എസ് ടൈപ്പാണ് നമുക്ക് പ്രതീക്ഷിക്കാം. 3 മാർക്കിന് ചോദിക്കാം കൂടുതൽ വരുന്ന എസ് ടൈപ്പാണ്. വാട്ട് ആർ അഡ്ജസ്റ്റിംഗ് എൻട്രീസ്? അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ വിൽ യു ട്രീറ്റ് ദി ഫോളോയിങ് വയൽ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ്? നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്ന പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻസ്, ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇതൊക്കെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യുന്നത് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്താണെന്ന് നോക്കാം.
Adjusting entries. Entries made at the end of the trading period. Being expenses, losses, incomes and gains up to date. അപ് ടു ഡേറ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പീരീഡിൽ എൻഡിങ്ങിൽ എക്സ്പെൻസ്, ലോസസ്, ഇൻകംസ്, ഗെയിൻസിന് എഴുതുന്ന എൻട്രീസിനാണെന്ന് പറയുന്നത് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ഇനി നമ്മൾ ഓരോ ഐറ്റം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് നോക്കാം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ് ദാറ്റ് വിൽ ബി റിസീവ്ഡ് ഇൻ ദി ഫ്യൂച്ചർ ആണ്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്താണെന്ന് നോക്കാം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്താ? പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ് ദാറ്റ് വിൽ ബി റിസീവ്ഡ് ഇൻ ദി ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്ക് വരുന്ന ഈ എമൗണ്ട് നമ്മൾ എന്തെങ്കിലും മുൻകൂർ അടയ്ക്കുന്നു അല്ലേ? അങ്ങനെ അഡ്വാൻസ് ആയി അടയ്ക്കുന്ന പേയ്മെൻറ്റിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. നമ്മൾ ഇൻഷുറൻസ്, സാധാരണ ഇൻഷുറൻസിൻ്റെ കേസിലാണ് കൂടുതൽ, അല്ലെ ഇലക്ട്രിസിറ്റി ബില്ല്, ഇതൊക്കെ നമ്മൾ എന്താണ് മുൻകൂർ അടയ്ക്കുന്ന എമൗണ്ടാണ്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നേരത്തെ എമൗണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് ഫ്യൂച്ചറിൽ അഡ്വാൻസ് ആയി അടച്ചിരിക്കുക, ആ എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുക. നെക്സ്റ്റ്, അക്രൂഡ് ഇൻകം. Accrued income means income that has been earned but not yet received in cash. അല്ലേ? നമുക്ക് അക്രൂഡ് ഇൻകം നമുക്ക് കിട്ടാനുള്ള ഇൻകമാണ്, പക്ഷെ ഇപ്പോൾ നമ്മളത് റിസീവ് ചെയ്ത് കിട്ടിയിട്ടില്ല. അങ്ങനത്തെയുള്ള ഇൻകത്തെയാണെന്ന് പറയുന്നത് അക്രൂഡ് ഇൻകം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, ഡിപ്രീസിയേഷൻ എന്താന്ന് നോക്കാം. ഡിപ്രീസിയേഷൻ ഇസ് ദി റിഡക്ഷൻ ഇൻ ദി വാല്യൂ ഓഫ് എ ഫിക്സഡ് അസെറ്റ് ഓവർ ടൈം ഡ്യൂ ടു യൂസ്, വിയർ ആൻഡ് ടിയർ ഓർ ബിക്കമിങ് ഔട്ട്ഡേറ്റഡ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ക്രമേണ കുറയുന്ന പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. ആ ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ട് വാല്യൂ കുറയുന്നതിന് കാരണം എന്താണ്? യൂസസ് ഒത്തിരിയേറെ യൂസ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ അസറ്റ് യൂസ് ചെയ്തത് എന്താണ്? വളരെ വിയർ ആയിട്ടുണ്ടാകും, ക്ഷയിച്ചു പോകുന്ന അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ടിയർ ആയിരിക്കും അല്ലേ, എന്ത് പറഞ്ഞാൽ പഴയതായിരിക്കാം. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിലൂടെയും ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റത്തെയാണെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കാം. നെക്സ്റ്റ് ഐറ്റം, ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. ഇത് സാധാരണ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാത്ത ഒരു ടേമാണ്. ഒരു തേർഡ് പാർട്ടി ചോദിച്ചാൽ നമ്മളതിൻ്റെ ആൻസർ അറിഞ്ഞിരിക്കണം. ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ് are products given away for free to potential customers to promote and encourage them to try before making a purchase. എന്താണ് സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഏതെങ്കിലും ഒരു എംപ്ലോയീസിന് പ്രൊമോഷൻസിൻ്റെ ഇതുമായി വരുമ്പോൾ സെയിൽസിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് മുൻകൂട്ടി അത് പരീക്ഷിക്കാൻ, പുതിയൊരു പ്രോഡക്റ്റിന് അത് കസ്റ്റമറിലേക്ക് പരീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ ഫുള്ളായിട്ട് ഫ്രീ ആയി നൽകുന്നുണ്ട് അല്ലേ? അതിന് നമുക്ക് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ് എന്ന് പറയാം. ഏതെങ്കിലും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിസിനൊക്കെ സാമ്പിൾസൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഐറ്റങ്ങളെയാണ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ് എന്ന് പറയുക. നെക്സ്റ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക്. Closing stock refers to the value of unsold goods or inventory that remains at the end of an accounting period, such as the end of the year or quarterly. അപ്പോൾ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം? അൺസോൾഡ് സ്റ്റോക്ക്, വിൽക്കാതെ, ഇൻവെൻ്ററി സ്റ്റോക്കാണ്. വിൽക്കാതെ വരുന്ന ഒരു അക്കാഡമിക് ഇയറിൻ്റെ എൻഡിങ്ങിലുള്ള വിൽക്കാതെ ബാക്കി വരുന്ന സ്റ്റോക്കിനെയാണെന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുക. ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിങ്ങിലാണ് അത് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുക. അന്നേരം വിൽക്കാതെ വരുന്ന അൺസോൾഡ് ആയ ഗുഡ്സിനെയാണെന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുക. ഒന്നെങ്കിൽ നമുക്ക് ഇയർലി കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് പറയാൻ ബുദ്ധിമുട്ട്. നിങ്ങൾ ഇത്ര ഒരു ഇക്വേഷൻസ് മാത്രം ക്ലോസിംഗ് സ്റ്റോക്ക് ചോദിച്ചാൽ പറഞ്ഞാൽ മതി. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ചോദിച്ചാൽ ഇത്ര എഴുതിയാൽ നമ്മൾ ഈ എക്സ്പ്ലനേഷൻ ചെയ്തതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അതിൽ കവർ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആർ റെഫർ to expenses that have been incurred but not yet paid by the end of the accounting period. നമുക്ക് ഏതെങ്കിലും എക്സ്പെൻസ് കിട്ടാനുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെൻസ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ അക്കാഡമിക് എൻഡിങ്ങിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ ബാക്കി വരുന്ന എക്സ്പെൻസിനെയാണെന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. നമ്മൾ ഒരു 5000 രൂപയ്ക്ക് എന്തെങ്കിലും എക്സ്പെൻസ് വാങ്ങി, പക്ഷേ നമുക്ക് 3000 രൂപ കൊണ്ട് ബാക്കി 2000 രൂപ കൊടുക്കാനുള്ള തുകയാണ്. ആ കൊടുക്കാനുള്ള തുക നമുക്ക് എന്ത് പറയാം? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന്
പറയാം. ഇനി ഇത് ഫൈനൽ അക്കൗണ്ടിൽ എവിടേക്ക് എടുക്കുന്നതും കൂടി ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ ഫൈനൽ അക്കൗണ്ടിൽ ക്ലോസ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്ന ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലുമാണ് എൻട്രി ചെയ്യുക. ക്ലോസ് സ്റ്റോക്ക് ട്രയൽ ബാലൻസ് തരുന്നെങ്കിൽ ബാലൻസ് ഷീറ്റ് മാത്രമേ എടുക്കുള്ളൂ, അത് അസറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുക. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്ന ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എൻട്രി ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ലോസ് ഏത് ഐറ്റത്തിനോടുകൂടി ഡെബിറ്റ് സൈഡിൽ ആഡ് ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിലാണ് നമ്മൾ എൻട്രി ചെയ്യുക. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ട്രയൽ ബാലൻസിലാണ് തരുന്നെങ്കിലോ ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിൽ മാത്രമേ എടുക്കുകയുള്ളൂ. ഇനി പെയ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒക്കെ പറയും അല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നതെങ്കിൽ ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ലോസ് ഒക്കെ ഏതായിട്ട് ഐറ്റത്തിൽ ഡെബിറ്റ് സൈഡ് ഐറ്റത്തിൽ നിന്ന് ലിസ്റ്റ് ചെയ്ത് കാണിക്കാം. ബാലൻസ് ഷീറ്റ് ഏത് സൈഡിൽ കാണിക്കണം, അസറ്റ് സൈഡിൽ കാണിക്കണം. ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസ് ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ മാത്രമേ എൻട്രി ചെയ്യാവുള്ളൂ. ഇനി അക്രൂഡ് ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ ഏത് ഐറ്റത്തിനോട് ആഡ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക. ട്രയൽ ബാലൻസിലാണ് അക്രൂഡ് ഇൻകം തരുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ മാത്രമേ എൻട്രി ചെയ്യാവുള്ളൂ. ഇനി ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഡെബിറ്റ് സൈഡിൽ എൻട്രി ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിലെ ഏത് ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുക. ഇനി ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ മാത്രമേ എൻട്രി ചെയ്യുള്ളൂ. ഇതാണ് ഫൈനൽ അക്കൗണ്ടിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്. ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫ്രീ ഫ്രം സാമ്പിൾസ് ഒരിക്കലും ട്രാൻസാക്ഷനിൽ അക്കൗണ്ടിൽ ചോദിക്കാറില്ല. അത് തേര് പാർട്ട് മാത്രമാണ്, തേര് ചോദിക്കുമ്പോഴാണ് അത് ചോദിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഓക്കെ, താങ്ക് യു.